ഹലോ വെൽക്കം ബാക്ക് ടു ക്യൂട്ട് കോർണർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നെയിൽ കെയർ ചെയ്യുന്നതാണ്. എത്ര ട്യൂടെക്സ് അടിച്ചാലും ഇതുപോലെ ആവില്ല അവസാനം. അപ്പോൾ നമുക്ക് എങ്ങനെയൊന്ന് കെയർ ചെയ്യണം എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഈ ബൗളിൽ നമ്മളൊരു കുറച്ച് വാട്ടർ എടുക്കുക. അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം കേട്ടോ. ഫസ്റ്റ് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലെമണിൻ്റെ നമുക്ക് കുറച്ച് സിറപ്പ് അതിൻ്റെ നീരൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് നീരൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് എല്ലാവിടേക്കും ഇളക്കി പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കലരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് സോപ്പോ അല്ലെങ്കിൽ ബോഡി വാഷോ ഹാൻഡ് വാഷോ ഷാമ്പൂ എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ പേപ്പർ സോപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഇങ്ങനെ എന്ത് ഓയിലും യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഹണി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഹണി യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തൽക്കാലത്തിൽ നിങ്ങൾക്ക് കയ്യിൽ വല്ല മുറിവുണ്ടെങ്കിൽ നാരങ്ങ ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ സോപ്പും ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നന്നായിട്ടൊരു 5-10 മിനിറ്റ് അതിൽ മുക്കി വെച്ച് കൈ കുതിർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കൈ നമ്മൾ തോർത്തൊക്കെ വെച്ചൊന്ന് തുടയ്ക്കാം. നമ്മളത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഓരോ ഷോപ്പിൽ പോയിട്ട് നെയിൽ കെയർ ചെയ്യണമെന്നില്ല. പിന്നെ നന്നായിട്ടൊന്ന് നെയിൽ കട്ട് ചെയ്യുക. അത് വെച്ചാൽ നിങ്ങൾ ഒരു മാസത്തിൽ 4 ആഴ്ച ഉണ്ടാവുമല്ലോ, 4 ആഴ്ചയിൽ 2 വീക്സ് കൂടുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, പെട്ടെന്നൊക്കെ നഖം വളരാനാണെങ്കിൽ ഓരോ ആഴ്ച വിട്ട് കട്ട് ചെയ്യാം. ഞാൻ നഖം കട്ട് ചെയ്തിട്ട് ഓരോ ഷേപ്പിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നഖം കട്ട് ചെയ്യാൻ മാത്രമായിട്ടാണ്. ഷേപ്പിങ്ങിന് നമുക്ക് വേറെ ഷേപ്പർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നന്നായിട്ട് നെയിൽ കട്ട് ചെയ്തതിന് ശേഷം നെയിൽസൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടർ വെച്ചിട്ട് നെയിൽസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മൾ നെയിൽ കട്ടർ ഇങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ ഇവിടെ ഒരു സിഗ്സാഗ് പാറ്റേൺ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതാണ് നമ്മുടെ നെയിൽ ഷേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യുക. അപ്പോൾ കുറച്ച് തരി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ എല്ലാ നെയിൽസും അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇയാൾ ആർക്കെങ്കിലും അറിയോ, ഇതാണ് നമ്മുടെ നെയിൽ പോളിഷ് റിമൂവർ. ഈ നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ നെയിൽസിലുള്ള നമ്മുടെ നെയിൽ പോളിഷൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അങ്ങനെ എല്ലാ നെയിൽസിലും ചെയ്യണം കേട്ടോ. ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഒരുപോലെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ റുപ്പീസ് കാണാൻ തന്നെ മനസ്സിലാവും, 30 റുപ്പീസേ ഉള്ളൂ. ഞാൻ പാലക്കാട് പോയപ്പോൾ വാങ്ങിയതാണ്. അങ്ങനെ എൻ്റെ നെയിൽസ് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ലെഫ്റ്റും റൈറ്റും ഞാൻ ചെയ്ത് കൊടുത്തു. നമ്മൾ പലവരും നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്തതിന് ശേഷം ചെയ്യാത്തൊരു കാര്യമാണ് നെയിൽ വെള്ളം വെച്ച് കഴുകാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുക, നെയിൽ വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുക കേട്ടോ. ലെഫ്റ്റും റൈറ്റും നന്നായിട്ട് കഴുകി കൊടുക്കുക. അതിനുശേഷം കടന്നു ഇപ്പം തന്നെ കുറച്ചൊക്കെ പോയി. പിന്നെ നമ്മൾ നന്നായിട്ട് നല്ല കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. മാക്സിമം കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ വേറെ ഓയിൽസും യൂസ് ചെയ്യാം. കോക്കനട്ടിൽ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ നെയിൽസും സ്ക്രബ് ചെയ്യാം. എണ്ണ തേച്ചിട്ട് സാധാ പോലെ മായിച്ച് കളയാതെ നന്നായി വെള്ളം ഇട്ട് തന്നെ കഴുകാട്ടോ. എൻ്റെ കൈ നല്ല സോഫ്റ്റ് ആയിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലെഫ്റ്റും റൈറ്റും ചെയ്ത് കൊടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് നെയിൽ പോളിഷൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ സ്കൂളിലേക്ക് പറ്റുകയാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാനിതൊരു ക്യൂട്ട് പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. നല്ല വൃത്തിക്ക് അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ നെയിൽസിലാണ് നമ്മുടെ കോൺഫിഡൻസ് ഉള്ളത് എന്നാണ് പറയുക. റൈറ്റ് ഹാൻഡിൽ അടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ ഓവർ ലുക്ക് ഇതുപോലെയാണ്. ഐ ലവ് സോ മച്ച്. ഇങ്ങനത്തെ വീഡിയോസിനായി നിങ്ങൾ ക്യൂട്ട് കോർണർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.